കോടംതുരുത്ത് പഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് അംബിക ബാബു അവതരിപ്പിച്ചു. പശ്ചാത്തല മേഖലയ്ക്കും ഭവന നിർമ്മാണത്തിനും മുന്തിയ പരിഗണന നൽകി കോടംതുരുത്ത് പഞ്ചായത്ത് ബഡ്ജറ്റ് 30.59 കോടി രൂപ വരവും 30.25 കോടി രൂപ ചെലവും 34 ലക്ഷം രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് അംബിക ബാബു അവതരിപ്പിച്ചു. ഗ്രാമീണ റോഡുകൾക്ക് 4 കോടി, ലൈഫ് ഭവന പദ്ധതിക്ക് 2 കോടി, കായിക വികസന പ്രവർത്തനം, മാലിന്യ സംസ്കരണ പദ്ധതി, വിജ്ഞാൻ കേരള പദ്ധതി, ടൂറിസം വികസനത്തിനായി വിവിധ ഏജൻസികൾ മുഖേനയുള്ള പദ്ധതികൾ, ആരോഗ്യ മേഖലയിലെ പ്രവർത്തനം എന്നിവയ്ക്കായി 1 കോടി രൂപ വീതവും വകയിരുത്തി. പഞ്ചായത്തിന്റെ വികസനത്തിനുള്ള 70 നിർദ്ദേശങ്ങൾ അടങ്ങുന്നതാണ് ബഡ്ജറ്റ്. യോഗത്തിൽ പ്രസിഡന്റ് വി.ജി. ജയകുമാർ അധ്യക്ഷനായി. പഞ്ചായത്ത് സ്ഥിരം സമിതി ഭാരവാഹികളായ സി.ടി. വിനോദ്, ശൈലജൻ കാട്ടിത്തറ, ആശാ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ നാട് വളരെ വേഗം വികസനപരമായി മുന്നോട്ട് കുതിക്കുകയാണ്. കേരളപ്പിറവിക്ക് ശേഷം അധികാരത്തിൽ വന്ന മഹാനായ BMS ഗവൺമെൻറ് മുതൽ ഇന്ന് നാട് ഭരിക്കുന്ന പിണറായി സർക്കാർ വരെ ക്രിയാത്മകമായി നമ്മുടെ സമൂഹത്തിൻ്റെ മാറ്റത്തിനായി മുന്നോട്ട് പോവുകയാണ്. കേരളത്തിൽ അധികാരത്തിൽ ഇരുന്ന ഇടത് വലത് ഗവൺമെൻറ്റുകൾ ഇന്ന് മറ്റു കേന്ദ്ര ഗവൺമെൻറ്റുകളും മറ്റു രാഷ്ട്രീയ ജാതി മത സംഘടിത ചിന്താഗതികൾക്കും അപ്പുറം ഈ നാടിനെ സ്നേഹിച്ചതിലാണ് നമുക്ക് ഈ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത്. നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ വികസന ചിന്താഗതിയായ ഗ്രാമസ്വരാജ് ഒരു പരിധിവരെ കേരള നാട്ടിൽ നടപ്പിലാക്കാൻ നാം ഒറ്റക്കെട്ടായി ശ്രമിക്കുകയാണ്. ഉയർന്ന വിദ്യാഭ്യാസവും മനുഷ്യൻ്റെ പൂർണ്ണ ആരോഗ്യ പ്രവർത്തനവും ലക്ഷ്യമിട്ട നമ്മുടെ പ്രവർത്തനങ്ങൾ ഇന്ന് ലോക ശ്രദ്ധ തന്നെ നേടിക്കഴിഞ്ഞു. ആധുനിക മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ന് ലോക ശ്രദ്ധ തന്നെ നേടിക്കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, തുറവൂർ.